ഹരേ രാമ 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 ഹരേ ഹരേ. സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തസ്സത്. ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഞാൻ ഇന്നൊരു ഹറിബറി ആയിപ്പോയി, കാര്യം വന്നത് ലേറ്റ് ആയി പോയി. അങ്ങനെ പെട്ടെന്ന് പോയി വെള്ളം കോരി തല വെച്ച് കുളിച്ചിട്ട് വന്നു. പുരുഷോത്തമ മാസമല്ലേ, കുളിക്കാതെ എങ്ങനെ ഭാഗവതം ക്ലാസ് എടുക്കുന്ന, ഭാഗവത്തെ തൊടണമെങ്കിൽ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ് കുളിക്കാതെ. അപ്പൊ അതുകൊണ്ട് ഓടിപ്പോയി വെള്ളം കോരി ഒഴിച്ചപ്പോ ഒരു മാതാജി കയറിയിട്ടുണ്ടായിരുന്നു, ശ്രീരഞ്ജിനി മാതാജി, ഡോക്ടർ ശ്രീരഞ്ജിനി മാതാജി. അവരിറങ്ങി. കാര്യം അവർ ആ സമയത്ത് കയറിയായിരുന്നു, ഒരു 15 മിനിറ്റ് മുന്നേ. അപ്പൊ അങ്ങനെ ആയി. അപ്പം ഒരു 7 മിനിറ്റ് ലേറ്റ് ആയി തുടങ്ങാനായിട്ട്. അപ്പം ക്ഷമിക്കുക. അപ്പൊ നമുക്ക് പുരുഷോത്തമ മാസമൊക്കെ എല്ലാവരും ആചരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അതിന്റെ ആരതി ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്ന കീർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹരേകൃഷ്ണ മല്ലിക മാതാജി, വീണ്ടും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മാതാജി എവിടെയായിരുന്നു? ഒരു വിവരമില്ല. മാതാജി ഇടയ്ക്ക് ഇങ്ങനെ ഒരു പോക്ക് പോയിട്ടുണ്ട്, കാണാനില്ല. ഞാനൊരു കൊറേ നിങ്ങളുടെ ടൂറിലായിരുന്നു പ്രഭുജി. കുറെ തിരുപ്പതി പോയി, മൂകാംബിക പോയി, ഗുരുവായൂർ പോയി. അതിന്റെ അതെ. ശേഷം പിന്നെ എന്റെ അനിയത്തിന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് കുറെ ദിവസം അവിടെയായിരുന്നു. അതാ ആ ഒന്നും അറ്റൻഡ് ചെയ്യാൻ കഴിയാഞ്ഞത്. അതെ അല്ലേ. ഉം. മാതാജി മാതാജി ആൾക്കാരൊക്കെ മാതാജിയെ ഞാൻ മാത്രമല്ല കേട്ടോ. മാതാജി ആൾക്കാരൊക്കെ അന്വേഷിക്കുന്നുണ്ട് മാതാജിയെ കാണാതെ വരുമ്പോ. ആ. ഓക്കെ, അപ്പൊ എന്തായാലും ആരോടൊന്നും പറയാൻ പറ്റില്ല പോയപ്പോ. വേഗം ഉം. വേഗം വരാൻ വിചാരിക്കുമ്പോ എല്ലാ ദിവസവും വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും തന്നെ പരിപാടി. അതുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനേ കഴിയാറില്ല. അതെ അല്ലേ. ഓക്കെ. അപ്പം അപ്പൊ ശരി, നമുക്ക് ഇന്ന് ശ്ലോകത്തിലേക്ക് കിടക്കാം. അപ്പൊ മാതാജി സന്തോഷം. ആ, അപ്പൊ നമ്മൾ ഇന്നത്തെ ശ്ലോകം എത്രാമത്തെ ആയിരുന്നു? 30 33. 33 അല്ല, 30 മുതൽ 33. ഹരേ കൃഷ്ണ. അപ്പം ആരാണ് ആ ശബ്ദം വരുന്ന ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യാറും? ഓക്കെ ഓക്കെ. അപ്പം 30-ാമത്തെ ശ്ലോകം, ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, സ്കന്ധം 1, അധ്യായം 4, ശ്രീ നാരദ ആഗമനം, ശ്ലോകം 30. തഥാവിപദ മേ ദേഹ്യോ ഹ്യാത്മാ ചൈവാത്മനാ വിഭൂ ആസന്ന ആസമ്പന്ന ഇവാ ഭാതി ബ്രഹ്മവർച്ചസ്യ സത്തമഃ. തഥാ ബീഭദ മേ ദൈഹ്യോ ഹ്യാത്മാ ച ഇവാത്മനാ വിഭൂം അസമ്പന്ന ഇവാ ഭാതി ബ്രഹ്മവർച്ചസ്യ സത്തമഃ. തഥാ ബീഭദ മേ ദൈഹ്യോ ഹ്യാത്മാ ചൈവാത്മനാ വിഭൂം അസമ്പന്ന ഇവാ ഭാതി ബ്രഹ്മവർച്ചസ്യ സത്തമഃ. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 30. ഓം നമോ ഭഗവതേ വാസുദേവായ. തഥാഭിഭദ മേ ദൈഹ്യോ ഹ്യാത്മാ ചൈവാത്മനാ വിഭുഃ അസമ്പന്ന ഇവാപാദി ബ്രഹ്മവർച്ചസ്യ സത്തമഃ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. അഥാവിബദമേ ദൈഹ്യോ ഹ്യാത്മാ ചൈവാത്മനാ വിഭു അസമ്പന്ന യുവാപാദേ ബ്രഹ്മവർച്ചസ്യ സത്തമാ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. തഥാ ബീഭദ മേ ദഹ്യോ ഹ്യാത്മാ ചൈവാത്മനാ വിഭു അസമ്പന്ന ഇവ ഭാതി ബ്രഹ്മവർച്ചസ്യ സത്തം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ ജയ ശ്രീലപ്രഭ. തഥാപി എന്നിരുന്നാലും, ബദ ന്യൂനത, മേ എന്റെ, ദൈഹ്യ എന്റെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു, ഹി നിശ്ചയമായും, ആത്മാ ജീവാത്മാക്കൾ, ച ഏവ എന്നിരുന്നാൽ തന്നെയും, ആത്മന ഞാൻ തന്നെ,
വിഭു വേണ്ടുവോളും അസമ്പന്ന ആഗ്രഹിക്കിയാൽ ഇവ അഭാതി അപ്രകാരം ഭാവിക്കുന്നു ബ്രഹ്മവർച്ചസ്യ വേദാന്തികളുടെ സൽതമഹ പരമപുരുഷൻ അല്ലെങ്കിൽ പരമോന്നതൻ. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ ശ്രീല പ്രഭുപാദ്. ഞാൻ സ്വയം വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന സർവ്വതിനാലും പൂർണ്ണ സജ്ജീകൃതനാണെങ്കിലും ഒരു അപൂർണത എനിക്ക് അനുഭവപ്പെടുന്നു. അതിന്റെ ഭാവാർത്ഥം മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥ വിവർത്തനം ഭാവാർത്ഥം ശീലപ്രഭ ജയ്. വേദസംബന്ധമായ നേട്ടങ്ങളുടെ എല്ലാ വിശദാംശങ്ങളിലും സന്ദേഹമന്യേ ശീല വാസുദേവൻ സമ്പൂർണനായിരുന്നു. വേദങ്ങളിലെ നിർദ്ദിഷ്ട കർമ്മങ്ങൾ മൂലം ജഡവിഷയങ്ങളിൽ മുഴുകിയിരിക്കുന്ന ജീവസത്തകളെ പരിശുദ്ധീകരിക്കുകയെന്നത് സാധ്യമാകുന്നു. എന്നാൽ ആത്യന്തികമായ നേട്ടമെന്നത് വ്യത്യസ്തമാണ്. അത് കൈവരിക്കാത്ത പക്ഷം പൂർണ്ണ സജ്ജനാണെങ്കിൽ പോലും ജീവസത്തയ്ക്ക് അതീന്ദ്രിയമായ സ്വാഭാവിക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുക സാധ്യമല്ല. ശ്രീല വ്യാസദേവൻ ഇക്കാര്യം മറന്നതുപോലെ കാണപ്പെടുകയാൽ അദ്ദേഹത്തിന് അസംതൃപ്തി അനുഭവപ്പെട്ടു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഇല്ലാതിരുന്നവർക്ക് വേണ്ടിയിട്ട് ഞാന് ആ സന്ദർഭം ഒന്നുകൂടെ പറയാണ്. ഇത് ഋഷിമാരുടെ ശൗനകാദി ഋഷികളുടെ ചോദ്യം ചോദിച്ചിട്ട് നമ്മുടെ സൂത ഗോസ്വാമി മറുപടി പറഞ്ഞു തുടങ്ങുവാണ്. അപ്പൊ അങ്ങനെ വന്ന് എന്താണ് ഈ വ്യാസദേവന്റെ കാര്യമാണ് പറയുന്നത്. വ്യാസദേവനാണല്ലോ ഈ ശ്രീമദ് ഭാഗവതം രചിച്ചത്. അപ്പൊ ആ രചിക്കാനുണ്ടായിട്ടുള്ള ആ ഒരു കാരണത്തിലേക്ക് എത്തിച്ചേർന്ന് അപ്പൊ നമ്മൾ കണ്ടു, നമ്മൾ പുരാണങ്ങളെയും ഒക്കെ നമ്മൾ വിഭജിച്ചു 3 വിഭാഗങ്ങളായിട്ട്. സത്വഗുണത്തിന്റെ അടിസ്ഥാനത്തിലും രജോ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലും തമോ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലും വിഭജിച്ചു. വേദങ്ങളെ നമ്മൾ വിഭജിച്ചു. ഞാൻ അതൊക്കെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര പേര് എഴുതിയെടുത്തു എന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ അതിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല. കാര്യം നിങ്ങൾ അത് നോക്കി മനസ്സിലാക്കുക. കാര്യം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ മറന്നു പോകും കേട്ടോ. കാര്യം 3-4 ക്ലാസ് ആയ കാരണം അതെല്ലാം കൂടി എന്റെ മനസ്സിലും എനിക്കും അത്ര ഓർമ്മയൊന്നും നിലനിൽക്കുന്നില്ല. അപ്പൊ ആ വേദങ്ങളിലേക്ക് ഡിവിഷൻ ഓരോ ഗുണ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഇത് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ എന്താണ് അവരുടെ ഇന്റലിജൻസ് ലെവല് തീരെ താഴ്ന്നതായതുകൊണ്ട് ഇത് ഭഗവാൻ സൃഷ്ടിച്ചപ്പോഴേ അങ്ങനെ ആയിരുന്നു. അല്ലാതെ അത് സ്ത്രീകളുടെ കുഴപ്പവുമല്ല, അല്ലാതെ ഈ സൃഷ്ടിയുടെ കുഴപ്പവുമല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഭഗവാനെ ഈ ഭഗവാൻ ജാതി ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ തരംതിരിവ് ചെയ്തോ അല്ല. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തന്നായിരുന്നു. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്നും വിചാരിക്കുന്നു അല്ലെ? കാര്യം അതുകൊണ്ടാണല്ലോ ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറഞ്ഞാൽ മനു സംഹിതയിൽ പറയുന്നത് അല്ലെ. സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള ചില ധർമ്മങ്ങളും കർത്തവ്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ അതിലേക്ക് വേണ്ടി ലിമിറ്റ് ചെയ്തിരിക്കുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിട്ട് അവര് ആ അമ്മ എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ അമ്മ എന്ന് പറഞ്ഞ ഒരു സങ്കല്പം വരുമ്പോൾ ദേവിയാണ് അമ്മ എന്നൊക്കെ പറയുമ്പോൾ ആ സങ്കല്പം വരുമ്പോൾ അവർ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ എന്താണ് അവർക്ക് അവരുടെ ബുദ്ധി കൂർമ്മത, അതായത് ഈ വേദങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ആ ഒരു ഇന്റലിജൻസ് ലെവൽ താഴ്ന്നതായതുകൊണ്ട് മഹാഭാരതം വേദവ്യാസൻ സൃഷ്ടിച്ചു. അങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് മഹാഭാരതങ്ങൾ അങ്ങനെ പുരാണങ്ങളൊക്കെ സൃഷ്ടിച്ചു കൊടുത്തായിട്ട് നമ്മൾ കണ്ടു. അങ്ങനെ വേദവ്യാസൻ ഏതൊക്കെ ഋഷികളെയാണ് ഓരോരോ വേദങ്ങള് പ്രചരിപ്പിക്കാനായിട്ട് ഏർപ്പെടുത്തിയ ആ ഋഷിമാരുടെയൊക്കെ പേര്, ജൈമിനി ഋഷി, അങ്ങനെ കുറെ പേരുടെ പേര് ഞാൻ പറഞ്ഞിരുന്നു. അതൊക്കെ ഓർമ്മയുണ്ടോ ആവോന്ന് അറിയില്ല. അതല്ല ടോപ്പിക്. ഇന്ന് 4 ശ്ലോകം എടുക്കേണ്ടതാണ്. നമ്മളൊരു കുറച്ച് ലേറ്റ് ആകുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഇങ്ങനെ വന്നപ്പോൾ നമ്മള് ഈ വേദവ്യാസം എനിക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു തൃപ്തി വരുന്നില്ല. അപ്പൊ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ജീവാത്മാവിന് ശരിക്കും ഒരു സംതൃപ്തി ഉണ്ടാകുന്നത്? അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിടുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരിനാരായണായ നമാം. അതായത് നമ്മളുടെ ഇന്ദ്രിയങ്ങളൊക്കെ എന്താണ്, ഈ ഇന്ദ്രിയങ്ങളാണല്ലോ ഗേറ്റ് വേ. ഈ ഇന്ദ്രിയങ്ങൾ കണ്ണിങ്ങനെ തുറന്നിരിക്കുക. നമ്മൾ നല്ലൊരു കാഴ്ച കണ്ടു അല്ലെ? ആ കാഴ്ച കണ്ടപ്പോ എന്ത് ചെയ്തു? നല്ല സന്തോഷം ഉണ്ടായി അല്ലെ? പക്ഷെ അത് കഴിഞ്ഞിട്ട് വേറൊരു കാഴ്ച വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താണ്, അതായത് നല്ല നമ്മളൊരു ഫ്ലവർ കണ്ടു, നമുക്ക് നല്ല സന്തോഷം തോന്നി, നല്ല ഒരു മന്ദമാരതിന് ഇങ്ങ് വന്നു, നല്ല സന്തോഷം തോന്നി, നല്ല സുഗന്ധം വന്നു. അപ്പൊ നോക്കിയപ്പം എന്ത് ചെയ്തു? ഏതോ
വിസർജ്യങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് കാറ്റ് തിരിഞ്ഞു മാറി അടിച്ചു വന്ന് വിസർജ്യത്തിന്റെ മണം വന്നു. അപ്പൊ നമുക്ക് എന്തായി, വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു സന്തോഷമാണ് ഉണ്ടായത് ശരീരത്തിന്, അല്ലെ, അല്ലെങ്കിൽ മനസ്സിന്. അതായത് ഈ കാണുന്ന പഞ്ചേന്ദ്രിയങ്ങൾ വെച്ചിട്ട് നമ്മൾ കാണുന്നത് പ്രകൃതിയിലുള്ള കാര്യങ്ങളെ കണ്ടു, അല്ലെ. ഇപ്പൊ ഉണ്ടായ എന്താണ് സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ ടെമ്പററി ആണ്, അല്ലെ. ആ കണ്ണുകൊണ്ട് ആരെ നമ്മൾ സന്തോഷിപ്പിക്കുന്നത്? ഈ പറയുന്ന ചെവിയും കൊണ്ടും ഇതെല്ലാം. നമ്മളെ നല്ലൊരു മ്യൂസിക് കേട്ട് കഴിഞ്ഞപ്പോ നല്ല സന്തോഷമുണ്ട്. അത് കഴിഞ്ഞപ്പോ ഒരു കരച്ചിൽ കേട്ടു, അപ്പോഴത്തേന് എന്ത് ചെയ്തു, അതങ്ങ് പോയി. അല്ലെങ്കിൽ ഇതൊക്കെ ആപേക്ഷികമാണ്, റിലേറ്റഡ് ആണ്, അല്ലെ. വളരെ കുറച്ചു നേരം മാത്രം നിലനിൽക്കുന്ന, നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഒരു പശുവിന്റെ വന്ന് കാക്ക വന്ന് അതിന്റെ ദേഹത്തുള്ള ഈ ചെള്ളിനെ എടുത്ത് കഴിയുമ്പോൾ ആ ചെള്ള് എടുക്കുന്ന കൂടെ തന്നെ അത് കുറച്ച് മാംസം കൂടെ എടുക്കും, അല്ലെ. അവിടുത്തെ ചൊറിച്ചിൽ മാറിയല്ലോ എന്ന് ഓർത്ത് പശു സന്തോഷിക്കും. പശുവിന്റെ കടിയും മാറി, കാക്കയുടെ വിശപ്പും മാറി, അല്ലെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്തായി, അവിടെ വന്ന് ഈച്ച ഇരിക്കാൻ തുടങ്ങും. ഈച്ച ഇരുന്ന് ആ വ്രണം പഴുത്ത് അത് അവിടെ പുഴുവായി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിന്റെ മരണത്തിലേക്ക് വരെ എത്തിച്ചേരുന്ന ഒരു സന്ദർഭമാകും. കാര്യം ചെറിയ ഒരു സമയത്തെ സുഖം. ആ കാക്കയെ ആ സമയത്ത് ഓടിച്ചു വിടുവായിരുന്നല്ലോ, ഈ അനുഭവിക്കേണ്ട വരത്തില്ലായിരുന്നു, അല്ലെ. ചെറിയൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ പോകുന്നത്. അപ്പൊ ഇതെല്ലാം താൽക്കാലികമാണ്. അപ്പം ഇതേപോലെ തന്നെ നമ്മളുടെ ആ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന എല്ലാ സുഖങ്ങളും എന്താണ്, ടെമ്പററി ആണ്. എപ്പോഴാണോ നമ്മളുടെ ആത്മാവിന് ആനന്ദം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ആത്മാവിന്റെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, ആ ജീവാത്മാവിനെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ എപ്പോൾ സന്തോഷിക്കുന്നുവോ, ആ ഭഗവാൻ ആ ഭഗവാൻ സന്തോഷിക്കുന്ന സമയത്താണ് എന്താണ്, ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാവിനും സന്തോഷം ഉണ്ടാകുന്നത്. ഭഗവാൻ എന്താണ്, സച്ചിദാനന്ദ വിഗ്രഹമാണ്, അല്ലെ. സച്ചിത് ആനന്ദ വിഗ്രഹങ്ങളാണ്. അപ്പൊ ആ ആനന്ദം, ആത്മാവിനുണ്ടാകുന്ന ആനന്ദം ഉണ്ടാകുന്നു, പരമാത്മാവിനുണ്ടാകുന്ന പരമാനന്ദം ഉണ്ടാകുന്നു. എപ്പോൾ നമ്മള് ഈ ജീവാത്മാവ് പരമാത്മാവിലേക്ക് തിരിഞ്ഞു നോക്കുന്നു, പരമാത്മാവിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, അപ്പോഴാണ് ഈ പരമാത്മാവിന് പരമാനന്ദം ഉണ്ടാകുന്നത്. എപ്പോൾ ഒരു ജീവാത്മാവ് പരമാത്മാവിലേക്ക് തിരിഞ്ഞു നോക്കുന്നുവോ, അപ്പോഴാണ് ഈ പറയുന്ന പരമാനന്ദ അവസ്ഥ ഉണ്ടാകുന്നത്, അല്ലെ. അത് നമ്മൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിലും ഇത് അനുഭവിച്ചറിയുന്ന വ്യക്തികള് നമ്മുടെ ഹൃദയത്തിലുണ്ട്, അല്ലെ. നമ്മുടെ ശരീരത്തിനോ ഇന്ദ്രിയങ്ങളിലോ ചിലപ്പോൾ അത് പ്രകടമാകില്ല. അത് എപ്പോഴാണ്, ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ മാത്രമാണ് എന്താണ്, പരമാത്മാവ് എന്താണ് ആനന്ദിക്കുന്നത്, ആ പരമാനന്ദം എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും പരമാത്മാവിന്റെ അംശമായിട്ടുള്ള ജീവാത്മാവിന് അതുണ്ടാകുന്നു. ഇത് പരസ്പരം ഒരു കൊടുക്കൽ വാങ്ങലാണ്, അല്ലെ. അപ്പൊ ആ ജീവാത്മാവ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചേരാത്തത്തോളം കാലം എന്താണ്, നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണുന്ന ചുറ്റുവട്ടം നമുക്ക് കാണുന്ന ഈ ചെറിയ 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 സന്തോഷങ്ങള്, അതിന്റെ ഇരട്ടി ദുഃഖങ്ങള്, ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ വ്യാസദേവനും എന്തനുഭവപ്പെട്ടു, ഈ ഒരു ഡ്രൈനെസ്, അല്ലെ. നമുക്ക് മനസ്സിലൊരു സംതൃപ്തി ഇല്ലായ്മ. ഞാൻ ഈ വേദങ്ങളെല്ലാം എഴുതി, ഉപനിഷത്തുകൾ എഴുതി, പുരാണങ്ങളെല്ലാം എഴുതി, ഒരു സംതൃപ്തി ഇല്ലായ്മ അനുഭവപ്പെട്ടു. അപ്പൊ സംതൃപ്തി ഇല്ലായ്മ അനുഭവപ്പെട്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ മനസ്സിൽ നമുക്ക് ഇങ്ങനെ തൃപ്തിയില്ലാത്ത ഈ അവസ്ഥ ഇങ്ങനെ വന്നു. എന്ത് ചെയ്യണം ഒന്നും അറിയുന്നില്ല. എനിക്ക് എന്തായാലും മനസ്സിനൊരു എന്തായിട്ടൊരു ശാന്തി ഇല്ല, എനിക്കൊരു സമാധാനം ഇല്ല. നിങ്ങൾക്ക് എല്ലാവരും ഈ അവസ്ഥയിൽ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും, അല്ലെ. ആ സമയത്ത് നമുക്ക് ആദ്യം ചിന്തിക്കുന്ന, ആരെങ്കിലും എനിക്ക് ഒരു നല്ല ഉപദേശം തന്നിരുന്നെങ്കിലോ, ആരെങ്കിലും എന്നെ ഒന്ന് സ്നേഹിക്കുന്നെങ്കിലോ, എന്താണ് നിന്റെ പ്രശ്നം എന്ന് ഒന്ന് ചോദിക്കുമായിരുന്നെങ്കിലോ, അല്ലെ. നിങ്ങൾക്കൊക്കെ തോന്നിയിരിക്കും, അല്ലെ. നല്ലൊരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ആരെങ്കിലും നല്ല ഒന്ന് സമാധാനിപ്പിക്കും. നമ്മൾ ആ സമയത്ത് ചിലരെന്ത് ചെയ്യും, തീ കോരി ഒഴിക്കും, അല്ലെ. നമ്മളിങ്ങനെ വിഷമത്തിന്റെ ഇങ്ങനെ ഈ തീ ആളിക്കത്തിരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, നെയ്യ് കൊണ്ടേ അതിനകത്ത് ഒഴിക്കും, ആ തീ കഥ. അപ്പൊ അതെന്ത് ചെയ്യും, ആളിക്കത്തും, അല്ലെ. നമ്മളെ എത്ര പേരുണ്ട് നമ്മുടെ ഒരു വിഷമാവസ്ഥ അറിഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്, എത്ര പേരുണ്ട് നമ്മളുടെ വിഷമാവസ്ഥ അറിഞ്ഞ് അതിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു? വളരെ കുറച്ച് പേരേ ഉള്ളു, അല്ലെ. നമ്മളുടെ സുഹൃത്തും അഭ്യുതകാംക്ഷിക്കും നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരത് മിസ്യൂസ് ചെയ്യും. പക്ഷെ ചിലരെന്ത് ചെയ്തു, അവിടെ തന്നെ ഇരിക്കും. പക്ഷെ നമുക്ക് നല്ല പരിഹാരം ഉണ്ടായി. ഇത് കേട്ട് കഴിയുമ്പോൾ എന്താണ്, നല്ല മനസ്സിന് നല്ല സന്തോഷം. കാര്യം അദ്ദേഹത്തിന് പരിഹരിക്കാനൊന്നും പറ്റത്തില്ല, പരിഹരിക്കാൻ ഭഗവാന് മാത്രമേ നടക്കുള്ളൂ എന്നറിയാം. നമുക്ക് എന്തൊരു ആശ്വാസം തോന്നി, അല്ലെ. എത്ര വിഷമത്തിലിരുന്ന അവരുടെ ആ നല്ലൊരു വാക്ക്
നല്ല ചിരിച്ച് നമ്മളെ ഒന്ന് ആശ്വസിപ്പിച്ച് കഴിയുമ്പോൾ എത്ര എന്താണ് കുളിർമ തോന്നി നമ്മളുടെ ഹൃദയത്തിനും മനസ്സിനും അല്ലെ. ആ പ്രശ്നം പരിഹരിച്ച പോലെ തന്നെ നമുക്ക് തോന്നിയല്ലേ. കാര്യം ആത്യന്തികമായിട്ട് ഭഗവാൻ അല്ലെങ്കിൽ കാലം പരിഹരിച്ചു തരേണ്ട പ്രശ്നങ്ങള് ആ നല്ല ഒരു സുഹൃത്തിനോട് അഭ്യുതകാംക്ഷയോട് നമ്മളുടെ മനസ്സിലുള്ള വിഷമം ഷെയർ ചെയ്തപ്പോൾ തന്നെ എന്തായി, ഈ പ്രശ്നം പരിഹരിച്ച പോലെയായി മാറി. ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു, ഇനി തുടർന്നുള്ള സമയങ്ങളിൽ ആ പ്രശ്നം അതേപടി നിൽക്കുകയാണ് അല്ലെ. പക്ഷേ നമ്മളുടെ മനസ്സിനായിരുന്നു അത് പ്രശ്നം. ആ മനസ്സിന്റെ പ്രശ്നം നമ്മുടെ സുഹൃത്ത് പരിഹരിച്ചു അല്ലെ. ഇവിടെ അങ്ങനെ വ്യാസദേവൻ അങ്ങനെ ഒരാളെ, അതായത് ഡ്രൈനെസ് ഫീൽ ചെയ്തപ്പോഴത്തെ എന്ത് ചെയ്തു, അവിടെ അതിനെ വെറ്റാക്കാനായിട്ട് എന്ത് ചെയ്തു, ഒരു കുളിർമയുള്ള ഒരു തുള്ളി വെള്ളം വീണ് കഴിഞ്ഞാൽ നല്ല വെറ്റായിട്ടിരിക്കുന്ന ആ പ്രതലത്തിൽ ഒരു ശാന്തി വരും, സമാധാനം വരും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു തുള്ളി ഒഴിക്കാനായിട്ട് ആരാണ് അവിടെ ആഗതനാകുന്നത്? ഏറ്റവും ഉചിതനായിട്ട് നമുക്കൊരു ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരു എത്തിച്ചേരുന്നതാണ് നമ്മൾക്ക് ആ ഒരു സന്ദർഭത്തിൽ അനുയോജ്യമായിട്ടുള്ളത്. ഇനി അടുത്ത ശ്ലോകം എടുക്കുമ്പോൾ നമുക്ക് ഇനി എന്താണ് സംഭവിച്ചതെന്ന് കാണാം. ശ്ലോകം 31. കിം വാ ഭാഗവതാ ധർമാന പ്രായേണ നിരൂപിത പ്രിയാ പരമഹംസാനാം ത ഏവ ഹ്യുച്ച് ഏവ ഹേച്യുത പ്രിയഃ. കിം വാ ഭാഗവതാ ധർമാന പ്രായേണ നിരൂപിത പ്രിയാ പരമഹംസാനാം ത ഏവ ഹ്യു അച്യുത പ്രിയഃ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം 31. ഓം നമോ ഭഗവതേ വാസുദേവായ. കിം വാ ഭാഗവത ധർമാന പ്രായേണ നിരൂപത പ്രിയ പരമഹംസാനം ത ഏവ ഹ്യുച്യുത പ്രിയ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി. മാതാജി ശ്ലോകം ചൊല്ലാനായിട്ട് ഫസ്റ്റ് കൂടെ എന്റെ ഇല്ല പരീക്ഷണം കേട്ടോ. ഇല്ലല്ല, കുഴപ്പമില്ല. കൃഷ്ണകുമാരി മാതാജി. കൃഷ്ണ പ്രഭു. കിം വാ ഭാഗവത ധർമ്മ ന പ്രായേണ നിരൂപിതഃ പ്രിയ പരമഹംസാനാം ത ഏവ ഹി അച്യുത പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. കിം വാ അഥവാ ഭാഗവത ധർമ്മ ജീവാത്മാക്കളുടെ ഭക്തിയുത പ്രവർത്തനങ്ങൾ ന അല്ല പ്രായേണ മിക്കവാറും നിരൂപിതാഹ നയിച്ചു പ്രിയാഹ പ്രിയപ്പെട്ട പരമഹംസാനാം ഉചിത സത്തകളുടെ പരിപൂർണ അഥവാ ശ്രേഷ്ഠ അസ്തിത്വങ്ങളുടെ തേ ഏവ അല്ലെങ്കിൽ അതും ഹി നിശ്ചയമായും അച്യുത അപ്രമാദ ഗതിയായ പ്രിയ ആകർഷിക്കുന്ന. വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ ശ്രീലപ്രഭാത്. പരിപൂർണമായ അസ്തിത്വങ്ങൾക്കും അപ്രമാദ ഗതിയായ ഭഗവാനും പ്രിയപ്പെട്ട ഭഗവത് ഭക്തിയുത സേവനത്തെ സവിശേഷമായി പ്രതിപാദിക്കാത്തതിനാലാകാം ഇപ്രകാരം സംഭവിച്ചത്. അപ്പം വ്യാസദേവന് മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ ജ്ഞാനാംബിക മാതാജി ഭാവാർത്ഥം വായിച്ചിട്ട് നമുക്ക് പറയാം. മൈക്ക്. ഹരേ കൃഷ്ണ. ഞാനാണമ്മ പ്രഭു. ജ്ഞാനാംബിക മാതാജി. ഭാവാർത്ഥമല്ലേ? ആ. ശ്രീല വ്യാസദേവന് അനുഭവപ്പെട്ട അസന്തുഷ്ടി ഇവിടെ അദ്ദേഹത്തിന്റെ സ്വന്തം വാക്കുകളാൽ പ്രകടമാക്കിയിരിക്കുന്നു. ഭഗവത്ഗീത ഭക്തിയുത സേവനത്തിലുള്ള ജീവാത്മാക്കളുടെ സാധാരണ അവസ്ഥയിൽ ഇത് അനുഭവവേദ്യമാകുന്നു. സാധാരണ സേവന മനോഭാവത്തിൽ സ്ഥിരീകൃതമാകാത്ത വിധം ഭഗവാനോ ജീവാത്മാക്കളോ പരിപൂർണമായി തൃപ്തരായി തീരുക സാധ്യമല്ല. അദ്ദേഹത്തിന്റെ ആത്മീയ ആചാര്യനായ നാരദമുനി എത്തിച്ചേർന്നപ്പോഴാണ് ഈ ന്യൂനത അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്കറിയാം, ഭഗവാന് സന്തോഷമാണെങ്കിൽ സർവചരാചരങ്ങളും സന്തുഷ്ടമാകുമെന്ന് അല്ലെ. സച്ചിദാനന്ദ വിഗ്രഹ എന്നാണ് നമ്മൾ ഭഗവാനെ വിളിക്കുന്നത് അല്ലെ. സച്ചിത് ആനന്ദ ശക്തികളുടെ ഉറവിടമാണ് അല്ലെ ഭഗവാൻ. അപ്പം ആ
ഒരു വ്യാസദേവന് തന്നെ തോന്നി തുടങ്ങി ഇത് കാര്യം ഭഗവാന് ഈ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അത് ഈ വ്യാസദേവന് കാട്ടിക്കൊടുക്കാനായിട്ട് ഒരു ഗുരുനാഥന്റെ ആവശ്യം വേണ്ടി വന്നു അല്ലെ. അപ്പൊ ഭഗവാന് സന്തുഷ്ടി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് സന്തോഷം ഉണ്ടാകാത്തതെന്ന് വ്യാസദേവൻ തീർച്ചയായിട്ടും, അദ്ദേഹം ജ്ഞാനിയാണ്, ഭഗവാന്റെ അംശാവതാരവുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏകദേശമൊക്കെ ഒരു തോന്നലുണ്ടായി. പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്യും എന്ന് അറിയില്ലായിരുന്നു അല്ലെ. നമ്മൾ കണ്ടു പല സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഭഗവാൻ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ദ്രൗപദിയെ രക്ഷപ്പെടുത്തി അല്ലെ. ഭഗവാന് സന്തോഷം, ഭഗവാൻ ഹൃദയത്തിൽ നിന്ന് ഭഗവാൻ ഇറങ്ങി വന്നു അല്ലെ. ഹൃദയേശ്വര കൃഷ്ണ, എന്റെ മാനസേശ്വര കൃഷ്ണ എന്ന് പറഞ്ഞപ്പോഴല്ലേ. അതുവരെ ആ ഒരു ഭഗവാൻ അവിടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലായിരുന്നു അല്ലെ. ദ്വാരകയിൽ നിന്ന് വരുന്ന ഭഗവാൻ നല്ല ദൂരത്തു നിന്ന് എത്തിച്ചേരാണ്ട് താമസം വന്നു. പക്ഷെ ഹൃദയത്തിൽ നിന്ന് ഭഗവാൻ പെട്ടെന്ന് ഇറങ്ങി വന്നു. കാര്യം ദ്രൗപദി എപ്പോഴും ഭഗവാനെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ആ ഒരു സന്ദർഭം വന്നപ്പോൾ എന്താണ്, ഭഗവാൻ ദൂരെയായിട്ട് തോന്നി അല്ലേ. ഭഗവാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലേ. ഭഗവാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് വിളിക്കാനായിട്ട്, ഭക്തർ വിളിക്കാൻ നോക്കി. അതുപോലെ ഗജേന്ദ്രനോ 1000 വർഷം കിടന്ന് എന്താണ് ആ ഒരു പുഷ്പം തൊട്ട് കൺമുമ്പിൽ ഇരിക്കുന്ന ആ പുഷ്പം കണ്ടിട്ടില്ലായിരുന്നു, ഒരു താമര പുഷ്പം അല്ലെ. ഈ ഒരു താമര പുഷ്പം അത് ആനയ്ക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും അല്ലെ. മന്ത്രം ചെല്ലാൻ പറ്റുമോ ആനയ്ക്ക്? ആനയ്ക്ക് മന്ത്രം ചെല്ലാൻ പറ്റുമോ? വേറെ തപസ്സിലൊന്നും ചെയ്യാൻ പറ്റുമോ? ഒറ്റക്കാലിൽ നിൽക്കാൻ പറ്റുമോ? കാലിൽ എന്താ പിടിച്ചിരിക്കുന്നത്? മുതല കടിച്ച് അതികഠിനമായ വേദന അനുഭവിക്കുകയാണ് അല്ലെ. അപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഭഗവാന് വേണ്ടിയിട്ടുള്ള ഭക്തിയുത സേവനം. ആ ഒരു സാഹചര്യത്തിലും നമ്മളുടെ ജീവനം എടുക്കാൻ പോകുന്ന സാഹചര്യത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്വല്പം അല്പസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രം മതി ഭഗവാൻ അല്ലേ. എന്താണ്, ആ ഒരു താമര പുഷ്പം എടുത്ത് എറിഞ്ഞു. എത്ര ദൂരേക്ക് പോകുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള വൈകുണ്ഠത്തിൽ അത് ഭഗവാന്റെ പാദത്തിൽ വന്ന് വീണു. ഭഗവാൻ സെക്കൻഡുകൾക്കുള്ളിൽ ഇവിടെ എത്തി അല്ലെ, ഭക്തനെ രക്ഷപ്പെടുത്തി അല്ലെ. അതുപോലെ തന്നെ അപ്പൊ ഭഗവാന് സംതൃപ്തൻ ആകാത്ത ഒരു സ്റ്റേജ് ആയിരുന്നു അത്രയും വന്നിരുന്നത്. ലക്ഷ്മി ദേവി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഭക്തൻ പോകാത്തത്? അവിടെ നിൽക്കൂ, അവിടെ നിൽക്കൂ എന്ന് വെയിറ്റ് ചെയ്ത്, എക്സ്ക്യൂസ് മീ, പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയായിരുന്നു അല്ലെ ഭഗവാൻ അല്ലെ. ആ ഒരു സമയമാകാനായിട്ട്, അതെ ഭക്തൻ കൊടുക്കുന്ന ഒരു ഓഫറിങ് കൊടുത്തപ്പോ ഭഗവാന് സന്തോഷമായപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ മുതലയെ വധിച്ചു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഭക്തനെ ആയിട്ട് പോവുകയാണല്ലേ. അപ്പൊ ഭഗവാന് സംതൃപ്തമാകാനായിട്ടുള്ള സമയം. അപ്പൊ അതിലും വേറൊരു സ്റ്റോറി നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഈ ദുർവാസാവ് മഹർഷി എന്ത് ചെയ്തു? ഈ ദുര്യോധനന്റെ ഒക്കെ പ്രേരണ കാരണം ഇവരുടെ വനവാസ കാലത്ത് ഇവരുടെ ഇത് ഈ പറയുന്ന ഇവർക്ക് ശാപം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹരകൃഷ്ണ പ്രഭുജി ദണ്ഡവത് പ്രണാമം. അപ്പൊ അങ്ങനെ ശാപം മേടിച്ചു കൊടുക്കാനായിട്ട് ഒരു 1000കണക്കിന് ശിഷ്യന്മാരുമായിട്ട് അവിടെ ചെല്ലുന്നു. ദ്രൗപദി എന്ത് ചെയ്തു? ഉച്ച കഴിഞ്ഞാണ് ചെല്ലുന്നത്. അപ്പൊ ദ്രൗപദി ഭക്ഷണം എല്ലാം കഴിഞ്ഞ് അവിടെ പാത്രം എല്ലാം കഴുകി വെച്ചു. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, സന്ദർഭം അനുസരിച്ച് ഒന്നുകൂടെ പറയാണ്. പാത്രം എല്ലാം കഴുകി വെച്ചു. ആ സമയത്ത് വന്ന് ഞങ്ങൾ സ്നാനം കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഭക്ഷണം എടുത്തു വെച്ചേക്കാൻ പറഞ്ഞു, ഇത്രയും പേർക്കുള്ള. എടുത്തിട്ട് ഒരു പോക്ക് പോയി. അത് കഴിഞ്ഞ് വന്നിരുന്നു. ദ്രൗപദിയും 5 ഭർത്താക്കന്മാരും അവിടെ കിടന്ന് ഓടുന്നു, നിലവിളിക്കുന്നു. എന്നിട്ടൊന്നും എന്റെ ഗോവിന്ദ എന്ന് ഒരൊറ്റ വിളിച്ചപ്പോ ഭഗവാൻ ദേ അവിടെ വന്നു. അപ്പം ഒരു കള്ളനെ പോലെ കയറി വന്നു ഇങ്ങനെ പുറകുവശത്തൂടെ. അപ്പോഴത്തേനും ഞാൻ നിന്നെ വിളിച്ചോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിനുള്ളിൽ നീ ഇവിടെ വന്നു. നീ ഇത് കേൾക്കുന്നുണ്ടായിരുന്നോ? എവിടെയെങ്കിലും നിൽക്കുമായിരുന്നോ? എങ്ങനെ നീ അറിഞ്ഞു എനിക്കിവിടെ നിന്റെ ആവശ്യമുണ്ടെന്ന്? അപ്പൊ ഞാൻ ഇതുവഴി പോയപ്പം ഇങ്ങ് കയറിയതാണ്, നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചിട്ട് ഭഗവാന് സ്വതവേ കള്ളത്തരം പറയാൻ തുടങ്ങി. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ദുർവാസ മഹർഷിയൊക്കെ വന്നിരിക്കുകയാണ്. എങ്ങനെ ഇത്രയും പേർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും? ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഈ പാത്രത്തിൽ നിന്ന് ഒന്നും കിട്ടില്ല. അപ്പൊ സൂര്യദേവൻ കൊടുത്ത പാത്രമാണ് അക്ഷയപാത്രം അല്ലെ. ദ്രൗപദി കഴിച്ചു കഴിഞ്ഞാൽ, കഴുകി വെച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ആ ഒരു പാത്രത്തിൽ നിന്നൊന്നും തന്നെ കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അതിനകത്ത് നോക്കിയപ്പോ തപ്പിത്തറിയപ്പോ കഴുകി വെച്ചപ്പോൾ എന്ത് ചെയ്തു? അതിൻ്റെ അകത്ത് നിന്ന് പോകാത്ത ഒരു ചീരയിലയുടെ കഷ്ണം അവിടെ ഇരിപ്പുണ്ടായിരുന്നു അല്ലെ. ഭഗവാൻ അതെടുത്ത് ഭക്ഷിച്ചു. ഭഗവാൻ ഭക്ഷിച്ച എന്താണ്? അത് എന്താണ്? സർവ്വചരാചരങ്ങൾ. ഭഗവാൻ സംതൃപ്തനാണെങ്കിൽ സർവ്വചരാചരങ്ങൾക്കും സംതൃപ്തി ഉണ്ടാകുന്ന കാര്യം. ഭഗവാൻ പരമാത്മാവായിട്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നുണ്ടല്ലേ. അപ്പം അങ്ങനെ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ എന്താ? ആ ദുർവാസവ മഹർഷി അടക്കം അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും വയറ് നിറഞ്ഞു. ഭഗവാന് നിറഞ്ഞു. ആ ഒരൊറ്റ ചീരയില ഭക്തയുടെ
ഉച്ഛിഷ്ടമാണല്ലേ, ഭക്തയുടെ ഉച്ഛിഷ്ടമാണ്. ഭക്ത കഴിച്ചതിന് ശേഷം ആ ഉച്ഛിഷ്ടം ഭഗവാൻ എന്താണ്, അമൃതദ്രവമായിട്ട് അത് കഴിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, ഭഗവാന് സംതൃപ്തമായതുകൊണ്ട് അവിടെ ഇരുന്ന് അത്രയും മുനികളുടെ വയറ് നിറഞ്ഞു. അവരെന്ത് ചെയ്തു, ഏമ്പക്കം വിട്ടിട്ട് അവിടെ നിന്ന് എണീറ്റ് പോയി. ഇനി ഞങ്ങൾക്ക് ഒന്നും കഴിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അവര് പോയി. അപ്പൊ നോക്കിയപ്പോ ഭഗവാന് സംതൃപ്തനാകുക. അപ്പൊ ഇവിടെ എന്താണ്, ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഡ്രൈനെസ് ഫീൽ ചെയ്തപ്പോൾ അവിടെ വ്യാസദേവന് മനസ്സിലാകുകയാണ് ഇത് സാക്ഷാൽ ഭഗവാന് തൃപ്തിയായിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് ഒരു സന്തോഷം തോന്നാത്തത്. പക്ഷെ ഞാൻ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയാനായിട്ട് അതിന് വേണ്ടപ്പെട്ട ഒരാൾക്കാര് അവിടെ എത്തിച്ചേരും എന്നുള്ളതും ഭഗവാന്റെ ഒരു നിയോഗമാണ് അല്ലെ. ഭഗവാൻ ഇച്ഛിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആളെ, അതായത് നമുക്ക് എങ്ങനെയാണ് ഒരു ഗുരുവിനെ കിട്ടുന്നത്, ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ഗുരുവിനെ കിട്ടുന്നത്, ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഒരാൾക്ക് ഒരു ഗുരുവിനെ കിട്ടുന്നത്. എന്നിട്ട് ആ ഗുരുവിന്റെ കൃപ കൊണ്ടാണ് നമുക്ക് ഭഗവാനെ കിട്ടുന്നത്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആണ്. ഇനി അടുത്ത ചോദ്യം, അടുത്ത ശ്ലോകം 32. തസ്യൈവം കില ആത്മാനം മന്യമാനസ്യ വിദ്യതഃ കൃഷ്ണസ്യ നാരദോഭ്യാ ഗാദാശ്രാമം പ്രഗുദാഹൃതം. തസ്യൈവം കിലതാത്മാനം മന്യമാനസ്യ ഖിദ്യതാ കൃഷ്ണസ്യ നാരദോഭ്യാഗാദാശ്രാമം പ്രഗുദാഹൃതം. ഹരേ കൃഷ്ണ. അടുത്തത് ശ്ലോകം വായിക്കുന്ന മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 32. തസ്യൈവം ഖിലമാത്മാനം മന്യമാനസ്യ ഖിദ്യത കൃഷ്ണസ്യ നാരദോഭ്യഗാദാശ്രമം പ്രാകൃതകൃതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. തസ്യൈവം കിലാത്മാനം മന്യമാനസ്യ ഖിദ്യത കൃഷ്ണസ്യ നാരദൂദ്യാഭ്യാഗാദാശ്രമം പ്രാഗുദാഹൃതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. തസ്യൈവം ഖിലമാത്മനം മന്യമാനസ്യ ഖിദ്യതഃ കൃഷ്ണസ്യ നാരദോഭ്യാഗാദാശ്രമം പ്രഹുദാകൃതം. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതയുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീലപ്രഭാത്. തസ്യ അദ്ദേഹത്തിന്റെ, ഏവം അപ്രകാരം, ഖിലം അപ്രധാന്യം, ആത്മാനം ആത്മാവ്, മന്യമാനസ്യ മനസ്സിൽ പര്യാലോചിക്കുന്നു, ഖിദ്യത പശ്ചാത്തപിക്കുന്നു, കൃഷ്ണസ്യ കൃഷ്ണദ്വൈപായന വ്യാസന്റെ, നാരദഃ അഭാഗ്യാൽ നാരദൻ അവിടെ ആഗതനായി, ആശ്രമ പ്രാക് മുമ്പ്, ഉദാഹൃതം അരുളി ചെയ്തു. വിവർത്തന ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീലപ്രഭാത്. ജയ ശ്രീലപ്രഭാത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ വ്യാസദേവൻ തന്റെ അപൂർണതയെക്കുറിച്ച് പശ്ചാത്തപിക്കുന്ന സന്ദർഭത്തിൽ സരസ്വതി നദീതീരത്തുള്ള കൃഷ്ണദ്വൈപായന വ്യാസദേവന്റെ ആശ്രമത്തിൽ നാരദൻ ആഗതനായി. അതിന്റെ ഭാവാർത്ഥം കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ ഭഗവാനെ. ജ്ഞാനത്തിന്റെ അഭാവത്താലല്ല വ്യാസദേവന് ശൂന്യത അനുഭവപ്പെട്ടത്. അദ്വൈതവാദിക്ക് യാതൊരു പ്രവേശനവും ഇല്ലാത്ത ശുദ്ധ ഭഗവത് ഭക്തിയുത സേവനമാണ് ഭാഗവത ധർമ്മം. അദ്വൈതവാദിയെ പരമഹംസരുടെ അതിശ്രേഷ്ഠരായ സന്യാസിമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത്. പരമദിവ്യത്വ പുരുഷനെ സംബന്ധിച്ച വർണ്ണനകളാൽ സമ്പൂർണമാണ് ശ്രീമദ് ഭാഗവതം. ശ്രീ വ്യാസദേവൻ ആധികാരിക ദിവ്യത്വമുള്ള വ്യക്തിത്വമായിരുന്നിട്ട് കൂടി തന്റെ രചനകളിൽ യാതൊന്നിലും ഭഗവാന്റെ അതീന്ദ്രിയ കർമ്മങ്ങളെ പരിപൂർണമായും ഉചിതമായും വിശദീകരിക്കാത്തതിനാൽ അദ്ദേഹത്തിന്റെ അസന്തുഷ്ടി അനുഭവപ്പെട്ടു. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം വ്യാസദേവന്റെ ഹൃദയത്തിൽ പ്രചോദനം പകർന്നു നൽകി. ആകയാൽ മുമ്പ് പ്രസ്താവിച്ച ശൂന്യത അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അതീന്ദ്രിയ ഭഗവത് പ്രേമയുത സേവനത്തിന്റെ പോരായ്മയിൽ സർവ്വതും നിഷ്ഫലമായി തീരുന്നുവെന്ന് ഇതോടൊപ്പം സുവ്യക്തമായി വിശദമാക്കുന്നു. എന്നാൽ അതീന്ദ്രിയ ഭഗവത് സേവനത്തിൽ പ്രായോഗിക തത്വശാസ്ത്രപരമായ ദർശനം യാതൊരുവിധ സൽക്കർമ്മങ്ങൾക്കും പ്രത്യേകമായി ഉദ്യമിക്കാതെ സർവ്വതും സ്പഷ്ടമാക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന മുമ്പ് സൂചിപ്പിച്ചതുപോലെ വ്യാസദേവൻ തന്റെ അപൂർണതയെക്കുറിച്ച് പശ്ചാത്തപിക്കുന്ന സന്ദർഭത്തിൽ, അദ്ദേഹം ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സരസ്വതി നദീതീരത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ആശ്രമം. അപ്പൊ കൃഷ്ണദ്വൈപായന വ്യാസ മഹർഷിയുടെ ആശ്രമം സരസ്വതി നദീതീരത്തായിരുന്നു. അവിടെ നാരദമുനി ആഗതനായി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു,
ആഹ് ഈ ഭാഗവത ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? സത്യം പരം ധീമഹി, അല്ലെങ്കിൽ സർവ മനുഷ്യരാശികൾക്കും ക്ഷേമം. ഇതാണ് ഭാഗവതത്തിന്റെ ധർമ്മം, അല്ലെ? സത്യം പരം ധീമഹി. ആ പരമസത്യം എവിടെയാണെന്ന് മനസ്സിലാക്കുക. അത് ആരാണ് പരമസത്യം എന്ന് മനസ്സിലാക്കുകയാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, അല്ലെ? ബാക്കിയുള്ള വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ ഭഗവാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി പേര് ഇതാണ് അല്ലെങ്കിൽ ഇന്നയാളാണ് എന്ന് വേറൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് പരമസത്യത്തെ പറ്റി ആണ് ഭാഗവത സത്യം പരം ധീമഹി, അതിനെപ്പറ്റിയാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അപ്പൊ ഒരു അദ്വൈതവാദി ഭാഗവതം, അദ്ദേഹത്തിന് ഒരുപാട് ജ്ഞാനമുണ്ട്. അദ്വൈത സിദ്ധാന്തങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര തത്വങ്ങളും അതുപോലെ ജ്ഞാനവും ഒക്കെയാണ്, അല്ലെ? പക്ഷെ ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു അത് രൂപമില്ലാത്ത ഒരു ഭഗവാനെ, അല്ലെങ്കിൽ ഒരു പൊട്ടൻസി ഇല്ലാത്ത ഭഗവാനെ അവര് ആ, എങ്ങനെ വർണ്ണിക്കാനായിട്ട് പറ്റും, അല്ലെ? നമുക്ക് ആ യശോദമായുടെ ആ മടിയിലിരിക്കുന്ന ആ ഭഗവാൻ, അല്ലെ, വെണ്ണ കട്ടെടുക്കുന്ന ആ ഒരു ഭഗവാൻ എത്ര ലാളനയോടുകൂടി നമുക്ക് നോക്കാനും, അതിന്റെ ഇപ്പൊ AI ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പടങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് കൊതി തോന്നും, അല്ലെ? അതുപോലെ തന്നെ AI കൊണ്ട് വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ? ഭഗവാൻ ഇങ്ങനെ വെണ്ണ കട്ടെടുക്കുന്നതും, ഒരു മേൽശാന്തി എന്നൊക്കെ പറയുന്ന ഒരു മേൽശാന്തി ആ ഒരു ഭഗവാനും കൂടെ കൂടിയുള്ളത് അത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, അല്ലെ? പലരും മേൽശാന്തി എന്നുള്ള ഒരു വിളിയും, അതുപോലെ തന്നെ കണ്ണാന്ന് ഉം. പറഞ്ഞിട്ട് ആ ആ ഒരു അതെത്ര AI ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെ? കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ ചെയ്തിരിക്കുന്നതാണ്, അല്ലെ? പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാകുന്നുണ്ട്, എത്ര മനസ്സിന് ആനന്ദം ഉണ്ടാകുന്നു പറഞ്ഞറിയിക്കാൻ വയ്യ, അല്ലെ? കാര്യം അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്താണെങ്കിലും സാക്ഷാൽ ഭഗവാനെ ഇത്രയും ഭംഗി ഒരു ഒരു ഭഗവാന്റെ സൃഷ്ടിയിലുള്ള ഒരു ടെക്നോളജി വെച്ച് ചെയ്ത ആ ഭഗവാൻ ഇത്രയും ഭംഗിയെങ്കിൽ യഥാർത്ഥത്തിൽ ഭഗവാൻ എത്ര ഭംഗിയുള്ള ആളായിരിക്കും? അതായത് കോടിക്കണക്കിന് കാമദേവന്മാർ, കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭം വന്നിട്ട് ഭഗവാന്റെ അടുക്കൽ നാണിച്ച് തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ എത്ര ഭംഗിയുള്ളായിരിക്കും? നമ്മളപ്പം നമ്മൾ ആ AI കാണുന്ന ഭഗവാനെ കണ്ടിട്ട് നമ്മൾ എങ്ങനെ ചിന്തിക്കേണ്ടത്, നമ്മൾ വിചാരിക്കേണ്ടത്? ഇത്രയും ഭംഗി ഒരു പടത്തിന്, അല്ലെങ്കിൽ ഈ ടെക്നോളജി ചെയ്യുന്ന ഒരു ഇത് ഉണ്ടെങ്കിൽ, ഇത്രയും എനിക്ക് ആനന്ദം വരുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ഭഗവാനെ എനിക്കൊന്ന് കാണാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുമാത്രം ആനന്ദം തന്നിരുന്നേനെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഭഗവാൻ അതിനുമായിട്ടുള്ള ആ ഒരു ദിവ്യ ലീലകളും ഇതൊന്നും ഈ പറയുന്ന അദ്വൈതവാദികൾക്ക് മനസ്സിലാകുകയില്ല. അവരെത്ര കാലം കഴിഞ്ഞാലും അവര് സയൻസും ശാസ്ത്രവും അതും ഇതും ശ്രീമദ് ഭാഗവതമൊക്കെ അവര് സപ്താഹമൊക്കെ എടുക്കും. പക്ഷെ അവര് എല്ലാം ഒന്നായിട്ട് കണക്കാക്കും. ഇതെല്ലാം സങ്കല്പമാണ്, ഇതെല്ലാം എന്താണ്, വെറും കഥകളാണെന്ന് മാത്രം പറയും. എന്നിട്ട് എന്ത് ചെയ്യും? അവർ ശാസ്ത്രം, ഉള്ള ശാസ്ത്രം എന്താ, സാഖ്യശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി അവർ ഒരുപാട് പറയും. സാഖ്യശാസ്ത്രം എന്താണ്? ശരീരത്തെ പറ്റിയുള്ള ശാസ്ത്രമാണ് മെയിൻലി ശാസ്ത്രം. ആത്മാവ് പറയുന്നുണ്ടെങ്കിലും ആ സാഖ്യശാസ്ത്രത്തിന്റെ ആ ഒരു ഫർദർ ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ അവിടെ ആ പരമാത്മാവ് വരെ എത്തിച്ചേരുന്ന ഒരു ശാസ്ത്രമാണ് ഇത് എന്നുള്ള കാര്യം അവർ പറയുന്നില്ല. ഭയങ്കര ഫിലോസഫി, ഭയങ്കര ശാസ്ത്ര അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും ഒരു അദ്വൈതിയായിട്ടുള്ള ഒരാൾക്ക് ഈ ഭഗവാന്റെ പൊട്ടൻസി മനസ്സിലാകാത്തത് കൊണ്ട് അവർക്ക് ഒരിക്കലും ഇത് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കാനോ, അവരെടുക്കുന്ന ക്ലാസ്സുകളിൽ ഇരിക്കുവോ, അല്ലെങ്കിൽ അവര് പറയുന്ന രീതിയിൽ നമ്മൾ പോകുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ദിവ്യ പ്രേമത്തിൽ നമ്മൾ ബന്ധിതരാകത്തില്ല, അല്ലെ? നമ്മൾ വീണ്ടും വീണ്ടും എന്താണ്, ജനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും ഈ അദ്വൈതവാദികളുടെ കൂടെ നമ്മൾ കൂടിക്കഴിഞ്ഞെങ്കിൽ. കാര്യം അവര് പറയുന്നത് ഒരു 50% ശരിയാണ്. നമ്മളുടെ ഇത് തന്നെ ഫോളോ ചെയ്യുന്നു. ശ്രീമദ് ഭാഗവത് അവരെടുക്കും, ഭഗവത്ഗീത എടുക്കും. പക്ഷെ എന്താണ്, രൂപമില്ലാത്ത ഏതോ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നു, അല്ലെ? ഭഗവാൻ രൂപമില്ലാത്ത എവിടെയോ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഒരു ശക്തിക്ക് വേണ്ടി, ശക്തിയെ പറ്റിയാണ് അവർ ഈ പറയുന്നത് മുഴുവൻ. ഒരു പ്രപഞ്ച ശക്തിയായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു പ്രകൃതി ശക്തിയായിട്ടാണ്. പ്രകൃതി ശക്തി എന്താണ്? ഭഗവാന്റെ സൃഷ്ടിയിലുള്ള വെറും ഒരു വളരെ ലോ എനർജി ഉള്ള ഒരു സംഭവമാണ്, അല്ലെ? അത് തന്നെ എത്രയോ വലുതാണ്, അല്ലെ? നമുക്ക് പ്രകൃതി ശക്തികളുടെ ഇടയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ? ഒരു ഭൂകമ്പം എല്ലാം വന്നു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ അസംഖ്യ ശക്തികളിലെ ഒരു ചെറിയ ഒരു തുള്ളി മാത്രമേ ഉള്ളൂ ഈ പ്രകൃതി ശക്തി, അല്ലെ? അപ്പൊ ഭഗവാന്റെ ശക്തി അല്ലെങ്കിൽ പൊട്ടൻസി എത്ര വലുതാണ്, ഇത് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ ഈ പ്രകൃതി ശക്തിയായിട്ട്, അല്ലെങ്കിൽ പ്രകൃതിയുടെ ആ ഇതെല്ലാം സംഭവിക്കുന്ന ആ ഒരു ശക്തിയായിട്ടാണ് ഈ ഭഗവാനെ കാണുന്നത്, അല്ലെ? പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന
ഒരു ഇതായിട്ടാണ് കാണുന്നത്. അല്ലാതെ നമ്മൾ കാണുന്ന ഈ അതീന്ദ്രിയമായിട്ടുള്ള ദിവ്യ പ്രേമ മായിട്ടുള്ള ആ ലെവലിലേക്ക് പോകത്തില്ലാത്തത് കൊണ്ട് അവർക്ക് ഈ പറയുന്ന ആ ഒരു ശൂന്യത, അവർക്കുണ്ടാകുന്ന ശൂന്യത അത് അത് കേട്ട് പഠിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകുകയും ചെയ്യും. ഒരു ആനന്ദം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുകയേയില്ല. അപ്പം നമുക്ക് ഈ ആനന്ദം ഉണ്ടാകാന്ന് ചിലപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എത്ര ആനന്ദം എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ശരിക്കും ആചാര്യന്മാര് എടുക്കുന്ന നല്ല ആചാര്യന്മാരെടുക്കുന്ന ക്ലാസ്സിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പരമാനന്ദം എന്ന് പറഞ്ഞ ഒരു അനുഭൂതി നമുക്ക് ഉണ്ടാകും. അല്ലെ? മുരളി പ്രഭുവിന്റെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഇരിക്കുന്നതല്ലേ? അത് ആ ക്ലാസ് ഒക്കെ അങ്ങ് കേട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് അവിടെ അത്രയും നേരം അനങ്ങത്തില്ല. നമ്മളൊന്ന് വാ വിളിക്കുവോ ഒന്ന് ഒരു ഉറക്കം വരുവോ ഒന്നുമില്ല. അവിടെ അതേപടി ആ 1 മണിക്കൂർ, കൃത്യം 1 മണിക്കൂറിന് പ്രഭു നിർത്തുകയും ചെയ്യും. എങ്ങനെ ആ 1 മണിക്കൂർ പോകുന്നു നമുക്ക് അറിയില്ലല്ലേ? കണ്ടിന്യൂസ് നോൺ സ്റ്റോപ്പ് ആയിട്ട് പ്രഭു അങ്ങനെ പറയാം. അങ്ങനെ എത്ര പേരുണ്ട് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നവരല്ലേ? അപ്പം ആ അങ്ങനെ ആ ഭഗവാനെ പറ്റി അവരിൽ നിന്നൊക്കെ അറിഞ്ഞ് കൂടുതൽ കൂടുതൽ അറിഞ്ഞ് ഭഗവാന്റെ ആ ഒരു ദിവ്യ രൂപത്തില്, ആ ഭഗവാന്റെ ആ ദിവ്യ ലീലകളില്, ഭഗവാന്റെ ദിവ്യ നാമത്തില് നമുക്ക് ആസക്തി ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് അപ്പോഴാണ് നമ്മൾ ജയസാക്ഷി പ്രഭു ഭഗവാനുമായിട്ട് ജയസാക്ഷി പ്രഭു കേട്ടോ? ദിവ്യ പ്രേമ ബദ്ധരാകുന്നത്. അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ള ആചാര്യന്മാരുടെ ക്ലാസ് കേട്ട് ഭഗവാന്റെ ആ ദിവ്യ ലീലകളിലും അതുപോലെ തന്നെ ഭഗവാന്റെ പ്രസാദത്തിലും ഭഗവാന്റെ നാമത്തിലും എല്ലാം പ്രേമബദ്ധരായി കഴിയുന്ന ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ കൃഷ്ണാബോധത്തിൽ എത്തി എന്ന് പറയുന്നത്. ഭഗവാനെ പറ്റി കേൾക്കുമ്പോഴും കാണുമ്പോഴും ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ അറിയാം മെക്കാനിക്കലി അല്ലാതെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഹൃദയത്തിൽ നിന്ന് ഒരു ആചാര്യൻ നമ്മുടെ അടുത്തുള്ള ജഗസാക്ഷി പ്രഭു അടുത്തുള്ള ക്ഷേത്രത്തിൽ വന്ന് നമുക്ക് ഓടി ചെന്ന് അദ്ദേഹത്തെ കാണാനും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ഉണ്ടായിരുന്ന ഒരു താല്പര്യം. അതുപോലെ നമുക്കൊരു സേവ തന്നു അല്ലെ? ഇത്ര തിരി തെറുത്തുകൊണ്ട് വാ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് അവിടെ പുഷ്പങ്ങള് മാല അങ്ങനത്തെ എന്തെങ്കിലും ഒരു സേവ തന്നു, അല്ലെങ്കിൽ ഗോസേവ തന്നു, അല്ലെങ്കിൽ ഈ ടെമ്പിൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചു. നമ്മൾ അത് എത്ര ഉത്സാഹത്തോടു കൂടി ചെയ്ത് അവർക്ക് അതിന്റെ റിസൾട്ട് കാണിച്ചു കൊടുക്കുന്നുവോ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്തു തീർക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര ഭഗവാനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യം, അല്ലെങ്കിൽ വിളക്ക് തേക്കുക ഒരു അമ്പലത്തിലെ ഈ ഒരു സേവ നമുക്ക് തന്നു, നമ്മൾ അത് ചെയ്യുമ്പോഴുള്ള നമ്മളുടെ ഭാവം എന്താണ്? ഇത് ദിവ്യോത്തമ പുരുഷൻ സന്തോഷിക്കും അല്ലെ? ഭഗവാന്റെ അവിടെ നല്ല ശോഭയോട് കൂടി ക്ലാവൊന്നും ഇല്ലാതെ വിളക്ക് കത്തി നിൽക്കുമ്പോൾ ആ വിളക്കിൽ തെളിയുന്ന ആ ഭഗവാന്റെ രൂപമാണ് നമ്മളുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെ ദിവ്യപ്രേമ ബദ്ധരായി കഴിയുമ്പോഴാണ് ശരിക്കും കൃഷ്ണാവബോധം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അല്ലെ? നമ്മൾ ഓരോ സമയത്തും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാൻ സന്തോഷിക്കണം, ഞാനിത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഭഗവത് ലീലകളിലും ഭഗവത് നാമത്തിലും ഭാഗവതത്തിലും എല്ലാം തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്ന ആ ഒരു ഇൻട്രസ്റ്റ് കൊടുത്ത് അതിൽ നമ്മൾ മൈൻഡ് പൂർണ്ണമായിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ മനസ്സിനെ ഭജഗുരേമന ശ്രീനന്ദ നന്ദന അഭയചരണാര വിന്ദക എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. നമ്മൾ ഈ മനസ്സിങ്ങനെ കുരങ്ങിനെ പോലെ ഇങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെ ചാടി കിടക്കുകയാണല്ലേ? ആ മനസ്സിനെ തളച്ചിടാനായിട്ടുള്ള ഉപായങ്ങളാണ് പറയുന്നത്. മനസ്സെന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങൻ മാതിരി ഇങ്ങനെ പാഞ്ഞെടുക്കുക, അവിടെ ഇവിടെ എല്ലാം പോവാണ്. അതിനെ ഉടക്കി എവിടെയെങ്കിലും പിടിച്ചിടണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കഥകളിലേക്ക് നമ്മൾ കുടുക്കിയിടണം. അല്ലെങ്കിൽ കുരങ്ങൻ മാതിരിയാണല്ലേ, പിടിച്ചാ കിട്ടത്തില്ല. അപ്പം ആ മനസ്സിനെ നിയന്ത്രിക്കുക. ഇനി അടുത്ത ശ്ലോകം എടുത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഒരു ചാപ്റ്റർ തീരുകയാണ്. അപ്പം 33ാമത്തെ ശ്ലോകം. തമഭിജ്ഞായ സഹസാ പ്രത്യഥായാഗതം മുനിഃ പൂജയാമാസ വിധിവന്നാരദം സുരപൂജിതം. തമഭിജ്ഞായ സഹസാ പ്രത്യഥായാഗതം മുനിഃ പൂജയാമാസ വിധിവന്നാരദം സുരപൂജിതം. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 33. തമാഭിജ്ഞായ സഹസാ പ്രത്യായാഗതം മുനി പൂജയാമാസ വിധിവന്നാരദം സുരപൂജിതം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പത്മ മാതാജി.
ഹരേ കൃഷ്ണ. തമഭിജ്ഞായ സഹസാ പ്രത്യുത്ഥായ ഗതം മുനിഃ പൂജയാമാസ വിധിവൻ നാരദം സുരപൂജിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. തമഭിജ്ഞായ സഹസ്ര പ്രത്യുത്ഥായ ഗതം മുനിഃ പൂജയാമാസ വിധിവന്നാരദം സുരപൂജിതം. ഹരേ കൃഷ്ണ. വിധിവന്നാരദം സുരപൂജിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത് ജ്ഞാനാംബിക മാതാജി അതിന്റെ പദാനുപത തർജ്ജമ എന്ന് വായിച്ച്. ഹരേ കൃഷ്ണ. തമഭിജ്ഞായ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ നാരദന്റെ ആഗമനമെന്ന സൗഭാഗ്യം ദർശിച്ച് സഹസ പെട്ടെന്ന് പ്രച്ഛായ എഴുന്നേറ്റ് ആഗതനാവുക മുനി വ്യാസദേവൻ പൂജയാം ആസ പൂജിക്കുക വിധിച്ച് അല്ലെങ്കിൽ പ്രത്യത്തായ ബ്രഹ്മദേവന് ആഗതനാവുക മുനി വ്യാസൻ പൂജയാം ആസ പൂജിക്കുന്നു വിധിവൽ വിധിക്ക് ബ്രഹ്മദേവന് സമർപ്പിക്കുന്ന അതേ ആദരവോടെ നാരദന് സുര പൂജിതം ദേവന്മാരാൽ ആരാധിക്കപ്പെടുന്നു. ചെയ്തെന്ന് പറഞ്ഞേക്കാം. എന്താ സാറേ? എന്താ പ്രഭു? ആ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ വായിച്ചു കഴിഞ്ഞ മാതാജി. വായിച്ചു. ശ്രീല പ്രഭാതയുടെ പദാനുപത തർജ്ജമ ജയ ശ്രീല പ്രഭാത് അത് കഴിഞ്ഞു. ഇനി വിവർത്തനം ഭാവാർത്ഥം ദിവ്യങ്കിരി സേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത് ജയ ശ്രീല പ്രഭാത്. ശ്രീ നാരദന്റെ മംഗളകരമായ ആഗമനത്തിൽ സന്തോഷവാനായ ശ്രീ വ്യാസദേവൻ ആദരപൂർവ്വം എണീറ്റ് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന് നൽകപ്പെടുന്നതിന് തുല്യമായ പൂജനീയ സ്ഥാനം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആരാധിച്ചു. ഇനി അതിന്റെ ഭാവാർത്ഥം നമുക്ക് മല്ലിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഭാവാർത്ഥം. വിധി എന്നത് സൃഷ്ടിക്കപ്പെട്ട ആദ്യ ജീവസത്തയായ ബ്രഹ്മദേവനെ കുറിക്കുന്നു. അദ്ദേഹം വേദത്തിന്റെ ആദ്യ വിദ്യാർത്ഥിയും ആചാര്യനുമാകുന്നു. അദ്ദേഹം ശ്രീകൃഷ്ണനിൽ നിന്ന് വേദം അഭ്യസിക്കുകയും പ്രഥമമായി നാരദനെ അഭ്യസിപ്പിക്കുകയും ചെയ്തു. ആകയാൽ ആത്മീയ ഗുരുശിഷ്യ പരമ്പരാ ശ്രേണിയിലെ രണ്ടാമത്തെ ആചാര്യനാണ് ശ്രീനാരദൻ. അദ്ദേഹം ബ്രഹ്മദേവന്റെ പ്രതിനിധിയാകയാൽ സർവവിധികളുടെയും അതായത് അനുശാസനങ്ങളുടെയും പിതാവായ ബ്രഹ്മദേവന് സമാനമായി ആദരിക്കപ്പെടുന്നു. അതേപോലെ പരമ്പരയിലെ തുടർന്നു വരുന്ന മറ്റെല്ലാ ശിഷ്യന്മാരും ആദിമ ആത്മീയാചാര്യന്റെ പ്രതിനിധികളായി സമാനമായി ആദരിക്കപ്പെടുന്നു. ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധത്തിലെ ശ്രീനാരദാഗമനം എന്ന 4-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത ഭാവാർത്ഥം ഇവിടെ സമ്പൂർണമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ മാതാജി മ്യൂട്ട് ചെയ്തേക്കാം. അപ്പം നമ്മൾ ഇവിടെ കണ്ടു ശ്രീ നാരദന്റെ മംഗളകരമായ ആഗമനത്തിൽ സന്തോഷവാനായ ശ്രീ വ്യാസദേവൻ ആദരപൂർവ്വം എണീറ്റ് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന് നൽകപ്പെടുന്നതിന് തുല്യമായ പൂജനീയ സ്ഥാനം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആരാധിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെങ്ങനെയാണ് ഈ ശ്രീമദ് ഭാഗവതം വന്നത് എന്ന് നമ്മൾ പലതവണ പറഞ്ഞത് ഒന്നും കൂടെ നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ് അല്ലെ. ഭഗവാൻ നേരിട്ട് ആർക്കാണ്? പ്രപഞ്ചത്തിലെ ആദ്യത്തെ ജീവാത്മാവായ ബ്രഹ്മദേവനാണ് ശ്രീമദ് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തല്ലേ. ഭഗവാൻ ബ്രഹ്മദേവനാണ് ഈ ചതുശ്ലോകി ഭാഗവതമായിട്ട് ഉപദേശിച്ചു കൊടുത്തല്ലേ. അപ്പൊ ആ ഗായത്രിയിൽ കൂടെയാണ് അദ്ദേഹത്തിന് വേദങ്ങൾ എഴുതാനായിട്ടുള്ള നോളേജ് മുഴുവൻ കിട്ടുക. ഗായത്രിയിൽ കൂടെ, ഗായത്രി ഉപദേശിച്ചു കൊടുത്തതോടുകൂടെ. അതുപോലെ ചതുശ്ലോകി ഭാഗവതത്തിൽ കൂടെ കിട്ടിയ ആ ബ്രഹ്മദേവന് കിട്ടിയ നോളേജ് ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മാനസപുത്രനും ശിഷ്യനുമായിട്ടുള്ള നാരദ മുനിക്ക് അദ്ദേഹം ഈ പറയുന്ന ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു. അത് ഹൃദയത്തിൽ കൂടെയാണ് കൈമാറിയത് അല്ലെ.
അപ്പൊ അങ്ങനെ അങ്ങനെ നാരദമുനിക്ക് ഉപദേശിച്ചു കൊടുത്ത ഈ ശ്രീമദ് ഭാഗവതം നാരദമുനി വ്യാസദേവന് ഉപദേശിച്ചു കൊടുക്കാൻ പോകുന്ന സന്ദർഭമാണ് നമ്മളിപ്പോ കാണുന്നത് അല്ലെ. അപ്പൊ ഈ നാരദമുനി ആണ് ശരിക്കും ഈ പറയുന്ന ഗുരുശിഷ്യ പരമ്പര പ്രകാരം വ്യാസദേവന്റെ ഗുരു അല്ലെ. ഗുരുവിനെ നമ്മൾ എങ്ങനെയാണ് ആദരിക്കേണ്ടത്? അപ്പം വ്യാസദേവൻ നമ്മളുടെ എല്ലാം പരംപിതാവ് ആരാണ്? ബ്രഹ്മദേവനാണ് അല്ലെ. അപ്പൊ ബ്രഹ്മദേവന്റെയും പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഭഗവാൻ. അപ്പൊ ഏറ്റവും നമ്മളുടെ ആദി പുരുഷനായിട്ടുള്ള ഭഗവാൻ ഗോവിന്ദനാണ് എല്ലാവരുടെയും പിതാവെങ്കിലും നമ്മള് സൃഷ്ടിയുടെ ഭഗവാൻ ഏൽപ്പിച്ചുകൊണ്ട് സൃഷ്ടികർത്താവ് എന്നുള്ള രീതിയിൽ ബ്രഹ്മദേവനാണ് പിതാവ് അല്ലെ. അപ്പൊ ആദി പിതാവ് എന്നുള്ള ആ ഒരു രീതിയിൽ ബ്രഹ്മദേവനാണ് കൂടുതല് നമ്മൾ ആദരവ് കൊടുക്കേണ്ടത് ബ്രഹ്മദേവന്. അപ്പം ആ ബ്രഹ്മദേവൻ അപ്പൊ ഗുരുവും ആ ഒരു പിതാവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഇവിടെ കാണിക്കുന്നു. അപ്പം പിതാവിന് കൊടുക്കേണ്ട അതേ ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഈ ശ്രേണിയിൽ ആദ്യത്തെ ആളാണല്ലോ അല്ലെ. ഭഗവാനിൽ നിന്ന് ആദ്യം കിട്ടിയ ആള് ബ്രഹ്മദേവൻ. അപ്പൊ ബ്രഹ്മദേവന് കൊടുത്ത അതേ ആദരവ് തന്നെ, കൊടുക്കേണ്ട അതേ ആദരവ് തന്നെ നാരദമുനിക്ക് വ്യാസദേവൻ കൽപ്പിച്ചു കൊടുക്കുന്നു. കാര്യം അതിന്റെ അർത്ഥം എന്താണ്? ഗുരു ഭഗവാന് തുല്യനാണ്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം ഒന്ന് മറിഞ്ഞു വന്നതാണല്ലോ, ബ്രഹ്മദേവൻ കഴിഞ്ഞിട്ട് വന്ന ആളാണല്ലോ എന്നുള്ള ഒരു വേറുകൃത്യം അവിടെ ആര് ചെയ്തില്ല? വ്യാസദേവൻ ചെയ്തില്ല. വ്യാസദേവൻ എന്ത് ചെയ്തു? ബ്രഹ്മദേവന് കൊടുക്കേണ്ട അതേ രീതിയിലുള്ള ആദരവും ബഹുമാനവും മാന്യതയും എല്ലാം എന്ത് കൊടുത്തു? ആർക്ക് കൊടുത്തു? നാരദമുനിക്ക് കൊടുത്തു. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഗുരു ഈശ്വര തുല്യം പൂജ. അപ്പൊ ഗുരു വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യുന്നത്? അർഘ്യവും ആചമനമൊക്കെ കഴിഞ്ഞ് പാദപൂജ ചെയ്യുക എന്നുള്ളതാണ് ശിഷ്യന്മാർ ചെയ്യുന്നത് അല്ലെ. ഗുരുവിന് പാദപൂജ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? ഗുരു സന്തോഷമാകുന്നു. അപ്പോൾ ആ ഗുരു എന്ത് ചെയ്യുന്നു? ദിവ്യമായിട്ടുള്ള പല ജ്ഞാനങ്ങളും ആ ശിഷ്യന് എന്ത് ചെയ്യുന്നു? ഒന്നും കട്ട് ചെയ്യാതെ, ഒരു മായവും ചേർക്കാതെ അതേപടി ഗുരു പറഞ്ഞു കൊടുക്കുന്നു അല്ലെ. അപ്പൊ അതാണ് ഈ ശിഷ്യന്മാരുടെ ആ ഒരു മിടുക്ക് അല്ലെ. ശിഷ്യന്മാരുടെ മിടുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുവിനെ സന്തോഷിപ്പിക്കും. ഗുരുവിനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ സന്തോഷിക്കും. കാര്യം ഗുരു ഭഗവാന്റെ പ്രതിനിധിയാണ്. നമ്മളിപ്പോ നമ്മൾ പറയുന്നത് എന്താണ്? സാക്ഷാൽ ഭഗവാൻ മനുഷ്യ രൂപത്തിൽ അവതരിച്ചിരിക്കുന്ന ആരുടെ രൂപത്തിലാണ്? ഗുരുവിന്റെ രൂപത്തിലാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. കലിയുഗത്തിൽ മനുഷ്യന്റെ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഗുരു എന്ന്. അപ്പം ഈ നമുക്ക് വെളിച്ചം കാണിച്ചു തരുന്ന, നമ്മളുടെ അജ്ഞതയെല്ലാം മാറ്റിത്തരുന്ന, നമ്മുടെ കണ്ണിലെ തിമിരത്തെയൊക്കെ മാറ്റിത്തരുന്ന, അകക്കണ്ണ് തുറപ്പിച്ചു തരുന്ന ആ ആചാര്യന് ഭഗവാന് തുല്യം നമ്മൾ ബഹുമാനിക്കണം, ആരാധിക്കണം എന്നുള്ള ആ ഒരു വസ്തുത ഇവിടെ നമ്മുടെ ശ്രീലപ്രഭുപാദര് നമ്മളോട് ഒരു സംശയത്തിന് ഇടവരാത്ത രീതിയിൽ അത്ര ഊന്നി പറഞ്ഞിരിക്കുകയാണ് അല്ലെ. നമ്മള് ഭഗവാന് തുല്യം ആദരവ് കൊടുക്കണം. കാര്യം വ്യാസദേവന്റെ പരമ്പരയാണ് നമ്മൾ പോന്നിരിക്കുന്നത് അല്ലെ. നമ്മള് ഇപ്പം ഞാൻ ഈ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കസേരക്ക് എന്താണ് പറയുന്നത്? വ്യാസാസനം എന്നാണ് പറയുന്നത് അല്ലെ. നിങ്ങള് മുരളീഹസ്ത പ്രഭു അവിടെ ഒരു ഇതൊക്കെ ഇട്ട് ഒരു കുഷനൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഇതിനെ എന്താണ് പറയുന്നത്? വ്യാസാസനം. വ്യാസാസനം നമ്മള് മുരളീഹസ്ത പ്രഭു അവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കത് കാലുകൊണ്ട് ഇങ്ങനെ തട്ടിമാറ്റാനായിട്ട് സാധ്യമാകുമോ? ഇല്ല. കാര്യം എന്താണ്? വ്യാസദേവന്റെ പ്രതിനിധിയാണ് അവിടെ അത്രയും നേരം ഇരുന്നത്. അദ്ദേഹം ആ സീറ്റിൽ നിന്ന് എണീറ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ ക്ലാസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ഫ്രണ്ട് ആണല്ലേ, നമ്മളുമായിട്ട് സാധാരണ രീതിയിൽ സംസാരിക്കുമല്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വ്യാസദേവന്റെ പ്രതിനിധിയാണ്. അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും ഇതിന് ആദരവിന് അർഹനാണ്. ഇതേപോലെ തന്നെ നാരദമുനിക്ക് വേണ്ട രീതിയിലുള്ള ആദരങ്ങളും ബഹുമാനങ്ങളും എല്ലാം വ്യാസദേവൻ കൊടുത്തു. കാര്യം വ്യാസദേവന്റെ മനസ്സിൽ ഇതേപോലെ എനിക്കിങ്ങനെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച സമയത്ത് എന്ത് ചെയ്തു? ആ ആഗ്രഹം ഇച്ഛയറിഞ്ഞ് ഭഗവാന്റെ പ്രേരണയാൽ അവിടെ ആരാഗതനായി? നാരദമുനി ആഗതനായി. അപ്പൊ നാരദമുനിയിൽ നിന്ന് ഈ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അതേ രീതിയിലുള്ള ആദരവ് തിരിച്ച് ഒരു ശിഷ്യൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന 4-ാമത്തെ അധ്യായം അവസാനിച്ചു. ഇനി വ്യാസദേവന് നാരദ മഹർഷിയുടെ ശ്രീമദ് ഭാഗവത നിർദ്ദേശങ്ങള്
കൊടുക്കുകയാണ്. അപ്പൊ ഈ ഭാഗവതം എഴുതാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അടുത്ത ചാപ്റ്ററിൽ നാരദമുനി കൊടുക്കുന്നത്. ആർക്ക്? വ്യാസദേവൻ. അപ്പം ഈ വ്യാസദേവൻ അതിന്റെ അങ്ങനെ ഈ ഭാഗവതം ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നാരദമുനി കൊടുത്തത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അടുത്ത ആഴ്ചയിൽ പ്രശ്നോത്തരി ആയിരിക്കും. അടുത്ത ആഴ്ച ക്ലാസ്സിൽ പുരുഷോത്തമ മാസം കഴിയും. അടുത്ത ബുധനാഴ്ച ഇന്ന് 10, 10, 6, 16 കഴിയും. പുരുഷോത്തമ മാസം കഴിയും. 15-ാം തീയതി പുരുഷോത്തമ മാസം കഴിയും. അപ്പൊ അടുത്ത ബുധനാഴ്ച വരുമ്പോ നമ്മള് എന്താണ് പ്രശ്നോത്തരിയാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് വരിക. ഇപ്പം മാതാജി പറയുന്നൊന്നും കേൾക്കത്തില്ല. മാതാജി എന്തോടെ പറയുന്നുണ്ട്. കാര്യം ഞാന് ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ്. അല്ല, ജ്ഞാനാംബിക മാതാജി ഈ നാലാം അധ്യായല്ലേ? നാലാം അധ്യായല്ലേ പ്രശ്നോത്തരി? 4-ാമത്തെ അധ്യായത്തിന്റെ പ്രശ്നോത്തരി. അത് കഴിഞ്ഞ് പ്രഭു ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലേ വന്നിട്ടുള്ളത്? അത് തന്നെ ഇടാം മാതാജി. ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇടാം. കറക്കി കുത്താലോ അല്ലേ? ശരിയെന്ന്. ജ്ഞാനാംബിക മാതാജി പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. മാതാജി മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞു. ഞാൻ എന്തോ പറഞ്ഞെന്ന് മറന്നുപോയി. അതെയല്ലേ? എന്തോ പറഞ്ഞു. ഓക്കെ. അപ്പം എന്തോ 4 ഓപ്ഷനുള്ള ചോദ്യങ്ങൾ തന്നെ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പം അടുത്ത ബുധനാഴ്ച പുരുഷോത്തമ മാസം 15-ാം തീയതി തീരുകയാണ്. അപ്പൊ അടുത്ത ബുധനാഴ്ച 16-ാം തീയതിയാണ്. അല്ല, ഇന്ന് 10-ാം തീയതി അല്ലേ? 17-ാം തീയതിയാണ്. 17-ാം തീയതിയാണ്. അപ്പൊ നിങ്ങള് എല്ലാവരും അത് നോക്കുക. ഇപ്പം എല്ലാ ചോദ്യം തന്നെ വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മള് കണ്ടല്ലോ അല്ലെ? വേദങ്ങളുടെ ഒക്കെ ഡിവിഷൻ അത് ഞാൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. അതൊക്കെ എഴുതി എടുത്ത് വെക്കണം. കാര്യം ഗ്രൂപ്പിലെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഡിലീറ്റ് ആയി പോവുകയൊക്കെ ചെയ്യും. അവിടെ കിടക്കും. പുതിയ മെസ്സേജ് വരുമ്പോൾ പഴയത് പോകും. അപ്പൊ അത് എഴുതി വെക്കുക. ഇനി നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെ ഓരോ പോയിന്റ് പറയാം. ഇന്ന് കറക്റ്റ് സമയത്ത് ക്ലാസ് തീർന്നു. 7:58 ആയതേ ഉള്ളൂ. 2 മിനിറ്റ് ബാക്കിയുണ്ട്. ക്ലാസ് തീർന്നു. ഇനി സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ല എങ്കിൽ ഓരോ പോയിന്റ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പോകേണ്ടവർക്ക് ഇപ്പൊ പോകുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പോകേണ്ടവർക്ക്, തിരക്കുള്ളവർക്കും ഉറക്കം വരുന്നവർക്കും എക്സിറ്റ് ആകാൻ സാധിക്കുന്നതുമാണ്. ഹരി ബോൾ. ഹരേ കൃഷ്ണ. നമ്മള് ഗുരുവിനെ വേണം ആദരിക്കാനായിട്ട്. ഭഗവാനാണ് നമുക്ക് ഗുരുവിനെ അപ്പൊ ഗുരുവിനെ നമ്മൾ ആദരിക്കുമ്പോൾ അത് ഭഗവാന് സന്തോഷമാകും. ഹരേ കൃഷ്ണ. നമ്മൾ ഗുരുവും ഭഗവാനൂടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആരെ ആദ്യം വണങ്ങും ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഗുരുവിനെയാണ് വണങ്ങേണ്ടത്. കാര്യം ആ ഗുരുവാണ് നമുക്ക് ഭഗവാനെ തന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാഗവത ധർമ്മം ഭക്തിയുത സേവനം കൊണ്ട് നടക്കാൻ പറ്റും. ഭക്തിയുത സേവനം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, ഡിവോഷണൽ സർവീസസ് ചെയ്യണം. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജിക്ക് എന്തെങ്കിലും ഉണ്ടോ? ശാരീരികമായ സന്തോഷമല്ല നൈതിക. അപ്പൊ മാനസികമായ സന്തോഷം കിട്ടണമെങ്കിൽ, ശാരീരികമായ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കിട്ടേണ്ടി വരുന്ന അക്ഷര കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. നേരെ മറിച്ച് മാനസിക സന്തോഷം സ്ഥിരമായിട്ട് കിട്ടണമെങ്കിൽ ശരിക്കും ഭഗവത് സേവനം ചെയ്ത് നമ്മുടെ എല്ലാ ശ്രദ്ധയും ഭഗവാനിലേക്ക് തിരിയണം. അങ്ങനെ ഭഗവാനെ കൂട്ടുപിടിച്ചാൽ മാത്രമേ, ഭഗവാനിൽ വിശ്വസിച്ച് ഭഗവാനിൽ എല്ലാം അർപ്പിച്ചാൽ മാത്രമേ അത് ശരിക്കും നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു സന്തോഷം കിട്ടുള്ളൂ. മറ്റേതൊക്കെ necessary ഒരു സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ പോകും, വേറൊരു സന്തോഷം കിട്ടാനായിട്ട്. അതല്ല, പക്ഷെ ഭഗവാനെ തന്നെ വിശ്വസിച്ച് ഭഗവാന്റെ ശരിക്കൊരു അടിയറച്ചൊരു വിശ്വാസിയാണെങ്കിൽ ഈ ഭഗവാന്റെ കഥകൾ കേൾക്കാനും ഭഗവാന്റെ കീർത്തനങ്ങൾ കേൾക്കാനും വീണ്ടും കേൾക്കുന്നിടത്ത് പോയി കാതോർത്ത് വീണ്ടും കേൾക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടാവും. അതിൽ കിട്ടുന്ന ആനന്ദം എന്ന് പറഞ്ഞാൽ അത് ശാശ്വതമായിരിക്കും, മറ്റേതുപോലെയാവും. ഹരേ കൃഷ്ണ. ഹരി ബോൾ. സബിത മാതാജി.
പരമസത്യത്തെ പറ്റിയാണ് ഭാഗവതം പറയുന്നത്. ഗുരുവിനെ എങ്ങനെ ആദരിക്കണം എന്നുള്ളതെല്ലാം പ്രഭു ഒന്ന് പറഞ്ഞു തന്നു. ഗുരു ഭഗവാന് തുല്യനാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന് തുല്യമായ ആദരവ് ഗുരുവിന് കൊടുക്കണം. ഭഗവാൻ സന്തോഷിക്കുന്ന സമയത്ത് ഭഗവാന്റെ അംശമായ ജീവാത്മാവും സന്തോഷിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോൾ അപ്പൊ എല്ലാവരും ഏകദേശം പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പം വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി കി ജയ്, അനന്തകോടി ആചാര്യവന്തി കി ജയ്. ഗൗരപ്രമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരി ബോൾ. ഹരേ കൃഷ്ണ.